ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ മിംസിലൊക്കെ പോയി വന്നതാണ്, ഹോസ്പിറ്റലൊക്കെ കാണിച്ച് വന്നതാണ്. വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ. എനിക്ക് ഞാൻ ടാർജറ്റ് തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം 15 കഴിഞ്ഞു, 17 നമുക്ക് പറഞ്ഞ ഡോസ്. 2 കൂടി ഉണ്ട്. വരുന്ന ചൊവ്വാഴ്ചയാണ് ഡോസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാനിപ്പം മിംസിൽ നിന്നല്ല എൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നത്. മിംസിൽ നിന്ന് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ കുറച്ചധികം പൈസ വരുന്നതുകൊണ്ട് ഞാൻ പുറത്തൊരു സ്ഥലത്ത് നിന്ന് മേടിച്ചിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇഞ്ചക്ഷൻ വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഡോക്ടറെ കാണിച്ചു, ഇഞ്ചക്ഷനൊക്കെ എഴുതിപ്പിച്ചു. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു, ഇന്ന് ചെല്ലുന്ന സമയത്ത് ഡോക്ടർ എനിക്ക് ചെക്കപ്പിന് ഡേറ്റ് എഴുതുമല്ലോ എന്നിങ്ങനെ വിചാരിക്കുകയായിരുന്നു. ചെക്കപ്പ് എന്ന് പറയുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഇല്ലായില്ല. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെക്കപ്പിന് ഡേറ്റ് എഴുതി. ഇതായിട്ടോ ഞാൻ ഇന്ന് കാണിച്ച എൻ്റെ ചീട്ട്. ചെക്കപ്പിന് എഴുതിയിരിക്കുന്ന ഡേറ്റ് 13/6/2025 ചെക്കപ്പ് എഴുതിയിരിക്കുന്നത്. ഡു മാമോഗ്രാം ആൻഡ് USG, അബ്ഡോമൻ ആൻഡ് റിവ്യൂ ഓൺ 13/6/25. അപ്പം 13-ാം തീയതിയാണ്, 6-ാം മാസം 13-ാം തീയതിയാണ് ചെക്കപ്പ് വരുന്നത്. MR മാമോഗ്രാം ഒന്നും അല്ല എഴുതിയിരിക്കുന്നത്, സാധാരണ മാമോഗ്രാം തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ എന്താ, അപ്പോൾ വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഡോക്ടറിൽ നിന്നെല്ലാം നന്നായിട്ട് പരിശോധിച്ചു. ഞാൻ ചെന്നപ്പോൾ തന്നെ പുള്ളിക്കാരൻ ചോദിച്ചു എന്തൊക്കെയാണോ വിശേഷം, പിന്നെ എന്താണ് ഇപ്പോൾ എൻ്റെ ഇഷ്യൂസ് ഉണ്ടോ. ഞാൻ പറഞ്ഞു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് പോകുന്നു പറഞ്ഞു. എൻ്റെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ. സാറിനോട് നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. നമ്മൾ എന്താണ് അങ്ങനെ ഒരു ഗമയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറാണ് എന്നുള്ളൊരു അങ്ങനെ ഉള്ള ആളൊന്നുമല്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും സംസാരിക്കാം. എനിക്ക് ഡോക്ടർ ഭയങ്കര ഇഷ്ടമാണ്. എത്രയൊക്കെ ട്രീറ്റ്മെൻറ്റിന് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഞാൻ അവിടെ പിടിച്ചു നിന്ന് പോകുന്നത് നമ്മളോടുള്ള ഡോക്ടേഴ്സിൻ്റെ പെരുമാറ്റമാണ്. അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് മിംസിൽ ഇത്രയും ഫണ്ടിൻ്റെ ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മിംസിൽ തന്നെ തുടരാൻ കാരണം. എൻ്റെ മനസ്സമാധാനമായിരുന്നു എനിക്ക് ഏറ്റവും പ്രധാനം. എൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റ് അറിയണമായിരുന്നു. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. എനിക്കിവിടെ മാനസികമായി ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഞാൻ മിംസ് ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട്. അവിടുത്തെ സിസ്റ്റർമാരായാലും ഡോക്ടേഴ്സായാലും എല്ലാ ഡോക്ടേഴ്സിൻ്റെ കഥ എനിക്കറിയില്ല. ഞാൻ കാണിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ കാര്യം മാത്രമേ എനിക്കറിയുള്ളൂ. ഞാൻ കാണിക്കുന്നത് മെഡിക്കൽ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ ശ്രീലേഷിനെയും പിന്നെ എൻ്റെ സർജിക്കൽ ഓങ്കോളജിസ്റ്റ് എന്ന് പറയുന്നത് ഡോക്ടർ അബ്ദുള്ളയുമാണ്. പിന്നെ റേഡിയോളജി വിഭാഗം ഡോക്ടർ മാലിക്കാണ്. എല്ലാവരും ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട ഡോക്ടേഴ്സാണ്. അപ്പം ഞാൻ എൻ്റെ ഓരോ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഭയങ്കര അറ്റാച്ച്ഡാണ് ഞാൻ എൻ്റെ ഡോക്ടേഴ്സുമായിട്ട്. എനിക്ക് അവർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറയാൻ കാരണം പലരും അങ്ങനെ പല ആൾക്കാരും നമ്മളെ വീഡിയോസ് കാണുന്നവരായാലും അല്ലാതെ പേഷ്യൻസ് ആയാലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡോക്ടേഴ്സ് ഒട്ടും സപ്പോർട്ടീവ് അല്ല. അവർ ഭയങ്കര പ്രഷർ കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു രോഗത്തിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ഒന്നും ഷെയർ ചെയ്യുന്നില്ല, ആ രോഗിയുടെ വിവരങ്ങളൊന്നും അവർ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഇഷ്യൂ ഒന്നും നമുക്ക് മിംസിലെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. നമ്മൾ ഓരോ റിവ്യൂവിന് ചെല്ലുന്ന സമയത്തും നമ്മുടെ എന്താ പറയുക, കീമോയുടെ സമയത്തായാലും അല്ലാതെയുള്ള റിവ്യൂ ഫോളോ അപ്പ് ചെക്കപ്പുകൾക്ക് ചെല്ലുമ്പോഴായാലും കറക്റ്റ് ചെക്കപ്പും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ ചെക്കപ്പ് നടന്നിട്ട് എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് കറക്റ്റ് നമുക്കവർ പറഞ്ഞു തരുന്നുണ്ട്. അത് മോശമായാലും അല്ലെങ്കിൽ നല്ലതായാലും അവരത് കറക്റ്റ് പറഞ്ഞു തരുന്നുണ്ട്. അതാണ് നമ്മുടെ സമാധാനം. നമുക്കതാണ് അറിയാം. ഡോക്ടറെ വായി എന്നറിയുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അവരിങ്ങനെ ചെക്കപ്പ് ചെയ്തിങ്ങനെ പോവുക, നമ്മളോടൊന്നും ഷെയർ ചെയ്യുന്നില്ല ഒക്കെയാണ്. എന്തെങ്കിലും ചോദിക്കുമ്പം കുഴപ്പമില്ല എന്നുള്ളൊരു ഒഴുക്കൻ മറുപടി കൂടെ പോകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനാണ് എന്താണെന്നുള്ളത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അപ്പോൾ ഇന്ന് ചെന്നപ്പോൾ സാറ് ആയിട്ട് സംസാരിച്ചു. അപ്പോൾ സാറ് ഇനി ട്രീറ്റ്മെൻറ്റ് പ്ലാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. വേറെ ഇഷ്യൂസൊന്നുമില്ല എന്ന് പറഞ്ഞു. വളരെ വിശദമായിട്ട് പരിശോധിച്ചു. വേറെ ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും തൊട്ട് നോക്കുമ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ ചെക്കപ്പ് വരുന്നുണ്ട്, ചെക്കപ്പ് ചെയ്യുമ്പോൾ അറിയാം. ബാക്കി എന്തെങ്കിലും ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഞാൻ അതൊന്നല്ല പറയാൻ വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായല്ലോ വീഡിയോസൊക്കെ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ കുറച്ച് പേരൊക്കെ കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ജസ്റ്റ് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ എടുത്തിട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താ ഈ കോലത്തിലൊരു മാലയൊന്നും ഇടാതെ. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് കുറച്ച് നേരമല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര ചൂടാണ്, വെളിയിലിറങ്ങാൻ വയ്യ. അപ്പോൾ ചൂടായതുകൊണ്ട് വന്നിട്ട് ഞാൻ മാലയൊക്കെ അഴിച്ച് വെച്ച് ഞാൻ കുളിക്കാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ കൂടെ എടുത്ത് നിങ്ങളായിട്ട് സംസാരിച്ചിട്ട് കുളിക്കാനൊക്കെ വേണ്ടി പോവാം എന്ന് വിചാരിച്ചു. 7 മണിയൊക്കെ ആവാനായി. അപ്പോൾ ഞാൻ 7 മണിക്ക് പ്രെയർ ചൊല്ലാറുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പഴയ ജീവിത റൂട്ടീനൊക്കെ കുറേ മാറി. അതിനിടയ്ക്ക് പറയാൻ വിട്ടുപോയൊരു കാര്യം,
കാര്യം സാറിനോട് ചോദിച്ചു വെയിറ്റ് കൂടുന്നുണ്ടല്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വെയിറ്റ് കൂടുന്നുണ്ട്, ഞാനിപ്പം 69 kg ആയിട്ടുണ്ട്. 63 ആയിരുന്നു, അവിടുന്ന് വീണ്ടും ഞാൻ വെയിറ്റ് നന്നായിട്ട് വെക്കുന്നുണ്ട്. പച്ചവെള്ളം കുടിച്ചാലും വെയിറ്റ് വെക്കുന്നുള്ള അവസ്ഥയാണ് ഇപ്പം. എക്സസൈസ് ചെയ്യായിട്ടും ഒന്നുമല്ല. സാറിനോട് പറഞ്ഞ എക്സസൈസ് ചെയ്യാൻ, ഞാൻ പറഞ്ഞ എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ വെയിറ്റ് വെക്കുന്നുണ്ടെന്ന്. സാറ് ചിരിച്ചു. സാറിന് അതവർക്ക് അറിയാമല്ലോ, നമ്മുടെ ഹോർമോൺ ടാബ്ലറ്റിൻ്റെയൊക്കെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരുന്നതാണ് വെയിറ്റ് ഗെയിൻ എന്നുള്ളത് അവർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കുക എന്നല്ലാതെ വേറെ നിവൃത്തിയൊന്നുമില്ല. ഫുഡൊന്നും ഒത്തിരി കഴിച്ചിട്ടൊന്നുമല്ല ഞാൻ വെയിറ്റ് വെക്കുന്നത്. വളരെ മിതമായ രീതിയിലേ ഫുഡ് കഴിക്കുന്നുള്ളൂ, പക്ഷേ എന്നാലും വെയിറ്റ് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഹോർമോൺ ഗുളികയുടെ സൈഡ് എഫക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ വേറെ എന്താ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ. എനിക്ക് കാലിന് 2 നഖത്തിനും ചെറിയ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ഇതിപ്പോൾ എന്തോ ഒരു ഇൻഫെക്ഷൻ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ വേറെ ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചപ്പോൾ ഇങ്ങനെ നെയിലുള്ളോട്ട് കയറിപ്പോയിട്ട് നമുക്ക് അങ്ങനെ വെട്ടിയെടുക്കുമ്പോൾ വരുന്നതാണ് അങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരു സമാധാനക്കേടായിരുന്നു. ഇന്ന് ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അത് തന്നെ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അതിന് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട, നെയിലുള്ളോട്ട് കയറിപ്പോയിട്ട് അങ്ങനെ വന്ന ഇൻഫെക്ഷനാണ് എന്ന് പറഞ്ഞു. അപ്പം പൊതുവേ നമുക്ക് ഇമ്മ്യൂണിറ്റിയൊക്കെ കുറവാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഇൻഫെക്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ബാധിക്കും എന്നുള്ളത് കൊണ്ട് വരുന്നതായിരിക്കാം ഇതെല്ലാം. അപ്പോൾ എന്താ, ആരെങ്കിലുമൊക്കെ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. കണ്ടോ, എൻ്റെ മുടി ഒരു അനുസരണയില്ലാത്ത മുടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ചീകിയാൽ ഒതുങ്ങി നിൽക്കില്ല, അവിടെ എവിടെയൊക്കെ പൊങ്ങി. പിന്നെ വെട്ടി നിർത്താൻ മാത്രമുള്ള മുടി ആയിട്ടുമില്ല, അവിടെ എവിടെയെല്ലാം ഇങ്ങനെ പൊങ്ങി ചീകി ഒതുക്കാനൊന്നും പറ്റില്ല. രാവിലെ കുളിച്ച് കഴിഞ്ഞ് ചീകുമ്പോൾ മാത്രം ഒതുങ്ങിയിരിക്കും, അല്ലാത്തപ്പോൾ ഒക്കെ ഇങ്ങനെ പൊങ്ങി ചുരുണ്ടിട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കും. എന്ത് മുടിയാണോ എന്തോ, എന്തെങ്കിലും മുടിയാവട്ടെ, എന്തെങ്കിലും ഒരു മുടി വന്നാൽ മതിയല്ലോ അല്ലേ, അങ്ങനെ ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നുള്ളൂ. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ പോയ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നത് മാത്രമാണ്. ചൊവ്വാഴ്ചയാണ് അടുത്ത ടാർജറ്റ് തെറാപ്പി വരുന്നത്. അന്ന് ഹോസ്പിറ്റലിൽ ഞാൻ പുറത്തൊരു സ്ഥലത്ത് പോയി മേടിക്കും, എന്നിട്ട് ഞാൻ ഇഞ്ചക്ഷൻ പോയി മേടിച്ച ശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ വെക്കും. വേറെ ഇഷ്യൂസൊന്നും ആ ഇഞ്ചക്ഷനില്ല. പിന്നെ എക്കോ ഇടയ്ക്ക് എടുക്കണം, 3 മാസം കൂടുമ്പോഴാണ് എക്കോ എടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ എക്കോ എടുത്തിട്ട് 1 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എക്കോയിലൊന്നും വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ പയ്യെ കുറയുന്നുണ്ട്. വേറെ കുറേ ബുദ്ധിമുട്ട് ഞാൻ ഇടയ്ക്കൂടെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. ബൈ. ഞാൻ പോയി കുളിക്കട്ടെ, പ്രേയർ ചൊല്ലട്ടെ. അപ്പം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ.